ദൈവകൃപയിൽ വളരെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലി ഈ കൂട്ടായ്മയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ സ്പർശിക്കുന്ന അടുത്തൊരു ദിവസം, ഓരോ ദിവസവും തൻ്റെ ജീവനുള്ള തിരുവെഴുത്തുകളെ കേൾക്കാൻ നാഥൻ നമുക്ക് നൽകുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദൈവവിളി ഒരു ദൈവ മകൻ്റെ മേൽ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് ഓരോ ദൈവ മക്കളുടെയും ചുമതലയാണ്. ദൈവവിളിയില്ലാത്ത ആരും തന്നെ ഇല്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരും തന്നെ ദൈവവിളിയില്ലാത്തവരായിട്ടോ ദൈവം തിരഞ്ഞെടുക്കാത്തവരായിട്ടോ ദൈവത്തെ തിരഞ്ഞെടുത്തവരായിട്ടോ ഇല്ല. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ കർത്താവിനെ അറിഞ്ഞവരായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടി എന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം വെറുതെയാണ്. ഒരു തിരഞ്ഞെടുപ്പ്, എന്തിന് ദൈവം എന്നെ ചെയ്തു, എന്തിന് എന്നിലൊരു തിരഞ്ഞെടുപ്പ് കർത്താവ് വെച്ചു, ഇതറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു ശതമാനവും നമ്മൾ ജീവിക്കുന്നത് വെറുതെയാണ്. ദൈവത്തിൻ്റെ വിളി എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ വിളിക്കപ്പെട്ടവരും വിളിയുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടം ജനത്തിൻ്റെ മേൽ ഒരു ഉറപ്പിൻ്റെ അഭിഷേകം ഇന്ന് വ്യാപരിക്കും. ഒരഭിഷേകത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ വിളിയാണ്. ഒരഭിഷേകത്തിൻ്റെ ജീവിത ശൈലിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ വിളിയാണ്. എൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിളിയാണ്. എൻ്റെ ചിന്താമണ്ഡലങ്ങളെ ഒന്ന് ഉടച്ചു വാർക്കണമെന്ന് എന്നെ തോന്നിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവത്തിൻ്റെ വിളി പ്രവൃത്തി ചെയ്യാനുള്ള പ്രചോദനം നൽകുന്ന ശബ്ദമാണ്. പ്രവൃത്തി ചെയ്യാനുള്ള പ്രചോദനം ഒരു വ്യക്തിയെ അഭിഷേകത്തിൻ്റെ ഉടമയാക്കി മാറ്റും. അഭിഷേകത്തിൻ്റെ ഉടമ വിളിയാലുള്ള ദൗത്യം ചെയ്യാൻ പ്രാപ്തനായിത്തീരും. ദൈവത്തിൻ്റെ വിളി നിങ്ങളെ അഭിഷേകം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ്. അഭിഷേകം ചെയ്യുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ സമയമുണ്ടെങ്കിൽ നമുക്കൊന്ന് തൊടാം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ അരികിലൂടെ ഒന്ന് സഞ്ചരിച്ചു പോകാം. എന്തായാലും വിളിക്കപ്പെടാത്തവരായിട്ട് ആരും ഇന്ന് ഈ വിരുന്നിൽ പങ്കെടുക്കുന്നില്ല. വിളിയുള്ളവരാണ് ഇന്ന് ഈ വിരുന്നിൽ പങ്കെടുക്കുന്നത്. വിളി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. ഈ സന്ദേശത്തിൻ്റെ പര്യവസാനത്തിനു മുൻപേ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുദ്രവയ്ക്കുന്ന ഒരു പകർച്ച നിങ്ങളുടെ മേൽ വെളിപ്പെടുമെന്ന വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ വേണം ഇന്നിരിക്കാൻ. ഇന്ന് ചിലതൊക്കെ വിളിയുള്ളവൻ്റെ മേൽ നിന്ന് അൺലോക്കായിരിക്കും. ഇന്ന് വിളിയുള്ളവൻ്റെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ അൺലോക്കായിരിക്കും. ഇന്ന് വിളിയുള്ളവൻ്റെ ആത്മമണ്ഡലത്തിലെ പൂട്ടുകളൊക്കെ ഇന്ന് പൊട്ടാൻ പോകുന്ന ഒരു ദിവസമാണ്. ഇന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? വിശ്വസിക്കുന്നവൻ്റെയും വിളിയുള്ളവൻ്റെയും ആത്മമണ്ഡലത്തിലേക്കുള്ള സഞ്ചാരപാതയിൽ നിൽക്കുന്ന സകല തിക്താനുഭവങ്ങളുടെ മതിലുകളും മതിൽക്കെട്ടുകളും അതിർവരമ്പുകളും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഭേദിപ്പിച്ച് നിന്റെ അഭിഷേകത്തിനൊത്ത ആത്മമണ്ഡലത്തിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ദിവസമാണെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് സംസാരിക്കുന്നു. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി പിടിക്കുക ഈ ആത്മാവിൻ്റെ വാക്കിൽ. അപ്പൊ ദൈവവിളി എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടും അത്ഭുതകരമായിട്ടുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുക. എനിക്കിങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ദൈവവിളി വന്നാൽ നീ ഒരു അത്ഭുതവും അതിശയവുമായി മാറും. ദൈവവിളി നിങ്ങളുടെ മേൽ വന്നാൽ, ഒരു വ്യക്തിയുടെ മേൽ ദൈവവിളി വന്നാൽ, ആ വിളിക്കത്ത അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെടുന്നതിനനുസരിച്ച് അവൻ ഒരു അത്ഭുതവും അതിശയവുമാക്കി ദൈവം മാറ്റും. അപ്പൊ നിങ്ങൾ ഒരു അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിളിക്കനുസരിച്ച് ചലിച്ചു തുടങ്ങുക.
നിങ്ങളൊരു ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവ വിളിയെ നിങ്ങൾ ഉറപ്പിക്കുക. തിരുവെഴുത്തിൽ ഇങ്ങനെ ഒരു പദം കിടപ്പുണ്ട്, ദൈവ വിളിയാലുള്ള ആശ, അവന്റെ വിളിയാലുള്ള ആശ ഇന്നത് എന്നറിഞ്ഞ്. അപ്പൊ അറിവില്ലായ്മ, വിളിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ അന്യന്റെ ആശ ചെയ്യാൻ നമ്മെ നിർബന്ധിതനാക്കും. പലരും ആഗ്രഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ജോലി ചെയ്യലാ പതിവ്. എന്നാൽ ഞാൻ ആത്മാവിൽ ഒരു കാര്യം താങ്കളോട് പറയാം, ദൈവ വിളിയുള്ളവന്റെ ജീവിതത്തിൽ മറ്റുള്ളവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കർത്താവിന്റെ ആത്മാവ് അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ സന്ദേശം മൂർച്ച കൂടി വരുന്നു. നിങ്ങൾ എത്ര പേര് അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവത്തിന്റെ വിളിയുള്ള ഒരു വ്യക്തിയാണ് എന്നെ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർ തട്ടുന്നതിനനുസരിച്ച്, മറ്റുള്ളവർ തട്ടുന്ന കോർട്ടിൽ പോയി വീഴാനുള്ള ഒരു പന്തായിട്ട് ദൈവം നിന്നെ ഉരുട്ടത്തില്ല. കാരണം വിളിക്കൊരു ഭയങ്കര കാന്തിക ശക്തിയുണ്ട്. വിളിക്ക് ഒരു ഭയങ്കര കാന്തിക ശക്തിയുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ഒരു കാന്തത്തെ വെച്ച് നിങ്ങൾ തുലനം ചെയ്ത് നോക്കണ്ട. ദൈവത്തിന്റെ വിളിയുടെ കാന്തിക ശക്തി സ്വർഗീയമാണ്. സ്വർഗീയമാകുന്നൊരു കാന്തിക ശക്തി വിളി ഉള്ളവന്റെ മേൽ വീണാൽ അവനെ പൊട്ടക്കിണറ്റിനിട്ടാലും വാക്വം ചെയ്തെടുക്കുന്നത് പോലെ പൊങ്ങി വരും. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? വിളിയുള്ളവന്റെ മേൽ ദൈവത്തിന്റെ വിളിയുടെ കാന്തിക ശക്തി, യോസേഫ് എന്ന് വീണാൽ, ദാനിയേൽ എന്ന് വീണാൽ, ശൗലേ എന്ന് വീണാൽ, ശമൂവേലേ എന്ന് വീണാൽ, അവനെ ഇട്ടേക്കുന്നത് പൊട്ടക്കിണറ്റിലാണെങ്കിലും അവനെ വാക്വം ചെയ്തെടുക്കുന്നത് പോലെ ദൈവശക്തി ചിലതിനകത്തുനിന്ന് പുറത്തെടുക്കും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണ് മോശ അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കാനായിട്ട് പച്ചപ്പ് നോക്കി നടന്ന് ആട്ടിനെയും കൂട്ടി നടന്ന് പോകവേ അപ്രതീക്ഷിതമാകുന്ന ഒരു കാഴ്ച മോശ കണ്ടു. അതാണ് പുറപ്പാട് പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കിടക്കുന്ന വിളിക്ക് ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ മോശ നല്ലതാണ്. അതുകൊണ്ടൊന്ന് തൊടുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ മറ്റൊരു കഥാപാത്രത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ആ കഥാപാത്രവും നമ്മളും തമ്മിൽ ഏറെക്കുറെയൊക്കെ ഭയങ്കര ബന്ധമുണ്ട്. കാരണം ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളം കത്തിയപ്പാ. ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോഴേ എൻ്റെ ഉള്ളം കത്തിയെങ്കിൽ കത്താനുള്ള ചിലത് ഇന്ന് ഇതിനകത്തും ഉണ്ട്. ഊതി അണച്ചിട്ടിരിക്കുന്നത് കാണും, വെള്ളം തന്നെ ചണച്ചിട്ടിരിക്കുന്നത് കാണും, പുറത്തുകൂടെ കുപ്പ കൊണ്ട് കൊട്ടി അണച്ചിട്ടിരിക്കുന്നത് കാണും. പക്ഷെ അകത്ത് കനലുള്ള ഒരെണ്ണം ഇന്ന് ഈ തിരുവെഴുത്തിനകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വചനം നിന്റെ ജീവിതത്തെ കത്തിച്ച് അത്ഭുത പ്രകാശമാക്കി ആശീർവാദം തന്ന് നിന്നെ ഇന്നത്തെ മീറ്റിംഗിൽ ഇറക്കും. അപ്പൊ മോശയ്ക്ക് വിളിയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും കാലും കൈയിട്ട് അടിച്ചിട്ട് അമ്മ വിളിക്കുന്ന പ്രായത്തിലെ ഒഴുക്കിക്കളയാൻ ശ്രമിച്ചത്. വിളിയുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒഴുക്കിക്കളയാൻ ശ്രമിക്കും. കാര്യം നല്ല ശുദ്ധജല നദീ തടാകമൊക്കെ ആണെങ്കിലും സാധനം പോയി വീണ് കഴിഞ്ഞാൽ വെള്ളം മുക്കി കൊല്ലും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. സംഭവം ഒരു ചെറിയ പെട്ടിക്കകത്താണ് വെച്ച് ഒഴുക്കി വിട്ടതെന്നുണ്ടെങ്കിലും, ചെറിയൊരു പെട്ടിക്കകത്ത് വെച്ചാൽ ഒഴുക്കി വിട്ടതെന്നുണ്ടെങ്കിലും, ഒഴുകി വെള്ളം മേൽക്ക് കവിഞ്ഞു കഴിഞ്ഞാൽ ആള് ചാവും എന്നുള്ളതിന് വലിയ തർക്കമൊന്നുമില്ല, രണ്ടു പക്ഷമൊന്നുമില്ല. പക്ഷേ വിളിയുള്ളവനെ ഒഴുക്കിലെടുത്തിട്ടാലും എവിടെയെങ്കിലും കയറി ഏറ്റെടുക്കാൻ ഒരു കരം വിളിയുള്ളവന് വേണ്ടി ദൈവം ശേഷിപ്പിച്ചിരിക്കും. ഞാൻ ആത്മാവിൽ ഒരു ദൂതത്തെ താങ്കളിലേക്ക് ഞാൻ ഇടുകയാണ്. നിങ്ങളെ ഒഴുക്കിക്കളയുന്ന സംഭവങ്ങളുണ്ടെങ്കിലും സമ്പ്രദായങ്ങളുണ്ടെങ്കിലും, നിങ്ങളെ മായ്ച്ചു കളയുന്ന സംഭവങ്ങളുണ്ടെങ്കിലും സമ്പ്രദായങ്ങളുണ്ടെങ്കിലും, ഓർമ്മകളുണ്ടെങ്കിലും അവസ്ഥകളുണ്ടെങ്കിലും, നിങ്ങളിപ്പോൾ ഞാൻ ഒഴുകുക പാസ്റ്ററെ, എങ്ങോട്ടൊന്നില്ലാതെ ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുക ബ്രദറെ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സന്ദേശം താങ്കളുടെ കാതുകളിൽ എത്തുന്നത് എങ്കിലും അവിചാരിതമായിട്ടൊന്നുമല്ല വിളി താങ്കളുടെ ജീവിതത്തിന്റെ മേൽ ഉണ്ട് എന്നൊന്ന് പറയാനാ തമ്പുരാൻ എന്നെ ഇന്ന് ഈ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയേക്കുന്നത്. ആ വിളിയുടെ പ്രത്യേകത ഇതാ, നീ ഒഴുകിച്ചെന്ന് വലിയ ഗർത്തത്തിലേക്ക് വീഴുന്ന ഒഴുക്കല്ല, നിന്നെ വളർത്താനും നിന്നെ ഏറ്റെടുക്കാനും നിന്നെ പാർപ്പിക്കാനും നിന്നെ പോഷിപ്പിക്കാനുമുള്ള
തരത്തിലുള്ള കൊട്ടാര സമുച്ചയത്തിലേക്ക് നിന്നെ എടുത്തോണ്ട് പോകുന്ന ഒരു കരം ശേഷിക്കുന്നുണ്ട്. ചില കരങ്ങൾ നിന്നെ ഒഴിവാക്കിയെങ്കിൽ, ചില കരങ്ങൾ നിന്നെ ഒഴുക്കി വിട്ടെങ്കിൽ, ചില കരങ്ങൾ നിങ്ങളെ പാറ്റിക്കളഞ്ഞെങ്കിൽ, ചില കരങ്ങൾ നിന്നെ പിടിച്ചു തള്ളിയെങ്കിൽ, ചില കരങ്ങൾ കടക്കുപുറത്ത് എന്ന് പറഞ്ഞെങ്കിൽ, ഏറ്റെടുക്കുന്ന ഒരു കരം അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് വിളിയുള്ളവന്റെ മേൽ വെളിപ്പെടുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ആമേൻ. വാക്കുകൾ കൊണ്ട് ഒഴുക്കുന്നവരുണ്ട്, എന്നാൽ ദൈവം ശബ്ദം കൊണ്ട് നിന്നെ ഏറ്റെടുക്കും. കൈകൾ കൊണ്ട് ഒഴുക്കുന്നവരുണ്ട്, ദൈവം കരം കൊണ്ട് നിന്നെ ഏറ്റെടുക്കും. നോട്ടം കൊണ്ട് ഒഴുക്കിക്കളയുന്നവരുണ്ട്, പോപുറത്ത് എന്ന്. നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, പെരുമാറ്റം കൊണ്ട് ഒഴുക്കിക്കളയുന്നവരുണ്ട്. തമ്പുരാൻ നോക്കിക്കൊണ്ട് നിന്നെ ഏറ്റെടുക്കും. നമുക്ക് നോക്കുന്ന ദൈവം ഉണ്ടോന്ന് ബൈബിളിൽ നോക്കിയിട്ട് നമുക്ക് വിശ്വസിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടാൽ മതി, പാസ്റ്റർ പറഞ്ഞു നോക്കുന്ന ദൈവമുണ്ട്. ദൈവം അങ്ങനെ നോക്കി ഏറ്റെടുത്ത ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ബൈബിളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കില്ല. ഞാൻ ആത്മാവിലൊരു കാര്യം കാണുന്നു, അറിയുന്നു, ഞാൻ സെൻസ് ചെയ്യുന്നു. തമ്പുരാൻ ഇന്ന് പരപര പലരെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിലൊരു നോട്ടം എന്നിൽ വരുന്നുണ്ട്, ഒരു നോട്ടം നിങ്ങളിൽ വരുന്നുണ്ട്, ഒരു നോട്ടം ആരിലേക്കോ വീഴുന്നുണ്ട്, ആരിലേക്കോ നോട്ടം വീഴുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? നിന്നെ ചിലതിന് പുറപ്പെടുവിക്കാൻ സമയമായി കുഞ്ഞെ. നിങ്ങളെ ചിലയിടത്തേക്ക് പ്രാപ്തിയോടുകൂടെ പോകാൻ, പ്രാപ്തിയോടുകൂടെ ചെയ്യാൻ, പ്രാപ്തിയോടുകൂടെ എഴുന്നേൽപ്പിക്കാൻ സമയമായി. ദൈവം ചീട്ടിട്ട് വേർതിരിക്കത്തില്ല, നിന്നെ നോക്കി വേർതിരിക്കുന്നൊരു ദിവസമായത്. നിന്നെ നോക്കി വേർതിരിക്കുന്നൊരു ദിവസമായത്. നിന്നെ നോക്കി വേർതിരിക്കുന്നൊരു ദിവസമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ മോശയോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് ഇതാ, എന്താണെന്നറിയാവോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും, 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. എനിക്കത് മതി. ബാക്കി ചരിത്രമൊക്കെ നമുക്കറിയാലോ. മോശ ആടുകളെ മേയ്ക്കാൻ പോയി, മുൾപടർപ്പിന്റെ നടുവിലൊരു തീ കത്തുന്നത്, മുൾപടർപ്പിൽ ഒരു തീ കത്തുന്നത് കണ്ടു. മോശ അങ്ങോട്ടേക്ക് ചെയ്തു. അതൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇതാ, എൻ്റെ ദൈവം അബ്രഹാമിന്റെ ദൈവം അത്രേ, നമ്മുടെ ദൈവം ഇസ്ഹാക്കിന്റെ ദൈവം അത്രേ, നമ്മുടെ ദൈവം യാക്കോബിന്റെ ദൈവം അത്രേ, നമ്മുടെ ദൈവം എൻ്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, മീൻസ് നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാ, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. വിളി നമ്മുടെ മേലുണ്ടെങ്കിൽ കർത്താവ് ഉപയോഗിക്കുന്ന പദമായത് എന്നാ? അത് ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്നൊക്കെ പറഞ്ഞ കർത്താവ് പുറപ്പാടി പറഞ്ഞേക്ക്, ഞാൻ അബ്രഹാമിന്റെ ദൈവമാ, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാ, ഞാൻ യാക്കോബിന്റെ ദൈവമാ പറഞ്ഞേ. ഞാൻ ദീപുവിന്റെ ദൈവമാണെന്നും കർത്താവ് പറയുമെന്ന് പറഞ്ഞേ. ഇനി നിങ്ങളുടെ പേര് ചേർത്ത് പറ, നിങ്ങളുടെ പേരിന്റെ ദൈവമാ പറഞ്ഞേ. നിങ്ങളുടെ പേര് ചേർത്ത് പറഞ്ഞേ. പറയാൻ പറ്റുമോ എൻ്റെ ദൈവത്തിന്? പറയാൻ ഇഷ്ടമാ എൻ്റെ ദൈവത്തിന്. പറയാൻ ഇഷ്ടമാന്നേ, പറയാൻ ഇഷ്ടമാന്നേ. നമ്മുടെ വീടിന് നമ്മൾ ഇടുന്ന പേരെന്നതാ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേരാ നമ്മുടെ വീടിന് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ പേര് കേൾക്കണോ? എൻ്റെ വീടിൻ്റെ പേര് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മിനിസ്ട്രിയുടെ പേരാ എഫഥ. അതാ എൻ്റെ വീടിൻ്റെ പേര്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ആ ഇഷ്ടപ്പെട്ട പേരിട്ടതുപോലെ തന്നെ ദൈവത്തിന് ഇഷ്ട എൻ്റെ പേരിൽ എൻ്റെ കർത്താവ് അറിയപ്പെടാൻ. നമ്മൾ ഇത്ര നാൾ തിരിച്ചും കൂടെ ചിന്തിച്ചല്ലേ? തിരിച്ചാ ചിന്തിച്ച് കർത്താവിൻ്റെ പേരിൽ നമ്മൾ അറിയപ്പെടണം. പക്ഷെ എൻ്റെ പേരിൽ എൻ്റെ ദൈവത്തിന് അറിയപ്പെടാൻ ഇഷ്ടം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു? ഞാൻ അബ്രഹാമിന്റെ ദൈവവും, അതുകൊണ്ട് ഇസ്ഹാക്കിന്റെ ദൈവം അല്ലാണ്ടാകുന്നില്ല. ഇസ്ഹാക്കിന്റെ ദൈവവും, അതുകൊണ്ട് യാക്കോബിന്റെ ദൈവം അല്ലാണ്ടാകുന്നില്ല. ഞാൻ യാക്കോബിന്റെ ദൈവവും, ഞാൻ ദീപുവിന്റെ ദൈവവും, എറ്റ്സെട്ര എറ്റ്സെട്ര എറ്റ്സെട്ര, നിങ്ങളുടെ ദൈവവും. നിങ്ങളുടെ പേര് ചേർത്ത് അങ്ങനെ അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ഓർഫൻ അല്ലാത്തതുകൊണ്ടാണ്. താങ്കൾ ഒരനാഥൻ അല്ലാത്തതുകൊണ്ടാണ്. ഒരു വിളി നമ്മുടെ മേൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ കോളിംഗ് ആണ്.
ഭയങ്കര കോളിങ്. വിളി നമ്മുടെ മേൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനും പറയാനും ഒരാളായി, ഒരു പാരന്റായി. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് സഹോദര. അതാ പറഞ്ഞത്, ഓർഫണാക്കി മോശയെ ഒഴുക്കിക്കളഞ്ഞില്ലേ, തികച്ചും അനാഥനായി. മോശ എന്നൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ കുക്കുടുവാവേന്ന് വിളിക്കുന്ന പ്രായത്തിലാണ് ഒഴുക്കിക്കളഞ്ഞേ. മോശ കുഞ്ഞൊരു തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞെത്രയുണ്ട്, ഒഴുക്കിക്കളഞ്ഞു. പിന്നെ വിളി 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 ഇവിടെ വീഴുമ്പോ നമ്മൾ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ശൈശവാവസ്ഥയിലായിരിക്കാം, എന്ന് പറഞ്ഞ് നിങ്ങളുടെ മേൽ വിളിയില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. നിങ്ങളുടെ മേൽ വിളിയില്ല എന്ന് അർത്ഥമില്ല. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ശൈശവാവസ്ഥയിലായാലും നമ്മൾ ജനനത്തിൽ ശൈശവാവസ്ഥയിലായാൽ പോലും വിളിയില്ല എന്നർത്ഥമില്ല. ഒരു മഹാവിളിയാ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഒരു മഹാവിളി ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അയച്ച ദൈവത്തിന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, കേട്ട് മടുത്താലും ശരി, ഞാൻ പറയും, ഒരു പർപ്പസ് അയച്ചവനെ കൊണ്ടുണ്ട്. അയച്ചവനെ കൊണ്ടൊരു പർപ്പസ് ഉണ്ട്. പർപ്പസ് ഇല്ലെങ്കിൽ ആ തൊട്ടിലേക്ക് കിടന്ന് ആ ഞങ്ങളുടെ പെട്ടിക്കകത്ത് ഒഴുകിപ്പോയ കുഞ്ഞു പോയ കുഴപ്പമില്ല, അടുത്തൊരാൾ വരട്ടെ നമുക്ക് എടുക്കാം എന്ന് കർത്താവിന് ചിന്തിക്കരുതോ? പക്ഷേ ഒഴുകിപ്പോകവേ ഒരു കൈ വഴിയിൽ വെച്ച് നീണ്ടു അതിനെ ഏറ്റെടുക്കാൻ. എൻ്റെ പൊന്ന സഹോദര സഹോദരി, ഏതൊക്കെ അനാഥത്വം അനുഭവിക്കുന്ന ജീവിതം ഒരു ഓട്ടപ്പാച്ചിലിനകത്തോ ഒഴുക്ക് വെള്ളത്തിനകത്തോ ഒക്കെ പെട്ടുപോയ ചിലരിലേക്ക് ഈ ദൈവിക ആശയം വന്ന് തറച്ചു നിൽക്കുകയാണ്. ഒരു അമ്പ് വന്ന് തറയ്ക്കുന്നത് പോലെ തറച്ചു നിൽക്കുകയാണ്. നിങ്ങളെ ആ അമ്പ് വന്ന് കുത്തി നിർത്തുകയാണ്. നിന്റെ ഓട്ടം ദൈവം നിർത്താൻ പോവുക. നിന്റെ അലച്ചിൽ എൻ്റെ ദൈവം നിർത്താൻ പോവുക. നിങ്ങളുടെ ബുദ്ധിമുട്ട് എൻ്റെ ദൈവം നിർത്താൻ പോവുക. കാരണം ഈ അമ്പിന് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു വിഷം പുരട്ടിയ അമ്പല്ല, നിങ്ങളുടെ മേലൊരു പുതിയ തൈലം കയറ്റാനുള്ള ഒരു അമ്പായത്. ഹല്ലേലൂയ. നീ ഒഴുകിയത് മതി എന്നാ അത് വിളി ഉണ്ടെങ്കിൽ അങ്ങനെ കുറെയൊക്കെ ഇട്ട് അലയ്ക്കും, കുറെയൊക്കെ ഇട്ട് അലക്കും, കുറെയൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിക്കും. പക്ഷെ നിങ്ങളുടെ മേലുള്ള വിളി, ഒരുവന്റെ മേലുള്ള വിളി ഇന്നല്ലെങ്കിൽ നാളെ വഴിമധ്യേ വെച്ച് ജീവിതത്തിലേക്ക് നീങ്ങുന്ന ഒരു രക്ഷാകരം ചേഞ്ച് ചെയ്തിരിക്കും. ഇന്ന് ചിലരുടെയൊക്കെ ജീവിതം മൊത്തത്തിൽ ചേഞ്ച് ആവാൻ പോവാ. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുക കുഞ്ഞെ. ഈ സന്ദേശം ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. ഈ മിനിസ്ട്രി ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് മാറും. ഒരു വഴിത്തിരിവായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരുടെ ജീവിതത്തിൽ ഈ സന്ദേശത്തെ പ്രവർത്തിപ്പിക്കും. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി. അയ്യോ അയ്യോ അയ്യോ. വിളിയുള്ളവനെ ദൈവം ഊഴിയ വേലയ്ക്ക് വിടത്തില്ല. എന്ന് പറഞ്ഞ് പണിയെടുക്കാണ്ട് കർത്താവ് ജീവിക്കാനും പറഞ്ഞിട്ടില്ല. വേല ചെയ്യാതെ ഭക്ഷിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എല്ലുമുറിയ പണി ചെയ്യാൻ പറ്റുമോ? പണിയെടുക്കാൻ മനസ്സുണ്ടോ? നിനക്ക് തിന്നാം. അത് പണ്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും അത് അംഗീകരിക്കുന്നു. പണിയെടുക്കാതെ കഴിക്കല്ല, വെറുതെ ഇരുന്ന് കഴിക്കല്ല, അത് ശരിയല്ല, അത് വൃത്തികേടാണ്. ഇപ്പം പണിയെടുക്കാതെ ജീവിക്കാനോ എങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കാനോ ഒന്നും ദൈവം പറഞ്ഞിട്ടില്ല. കർത്താവ് അധ്വാനിക്കാൻ തന്നെ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടേ. അധ്വാനിക്കാനുള്ളൊരു ബലം തന്നാൽ മതി കർത്താവ്. എത്ര പേർക്ക് പറയാൻ പറ്റും? മടിയന്മാരല്ലാത്തവരൊക്കെ ഇപ്പം എൻ്റെ കൂടെ ചേർന്നത് പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ദൈവം തന്നേക്കുന്ന എല്ലാ ജനവും മടിയന്മാരല്ലാത്തവരാ. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് പറയാൻ പോവാ, കർത്താവേ അധ്വാനിക്കാനുള്ളൊരു ആരോഗ്യം, മനസ്സ് എനിക്ക് താപ്പ. ഹല്ലേലൂയ. ഒരു അലർജി വന്നാൽ മതി, നമുക്ക് അധ്വാനിക്കാൻ പറ്റാണ്ട അവസ്ഥ വരും. ചുമ്മാ ചിരിച്ചു തള്ളണ്ട. ഒരു അലർജി വന്നാൽ മതി, അധ്വാനിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അധ്വാനിക്കാനുള്ളൊരു ആരോഗ്യം തന്നാൽ മതി, മനസ്സ് തന്നാൽ മതി അപ്പാ. ഹല്ലേലൂയ. അപ്പൊ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിക്ക് എന്തിനാ ഒരുവനെ ദൈവം വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതെന്നറിയാവോ? ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്.
എന്തിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതെന്നറിയാവോ? ചില നിലവിളിക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് ദൈവം നിങ്ങളെ വിളിച്ച് ആ കുടുംബത്തിനകത്തുനിന്ന് വേർതിരിച്ച് നിർത്തിയേക്കുന്നത്. ചിലരുടെ നിലവിളി കണ്ടിട്ടും ചിലരുടെ അവസ്ഥ കണ്ടിട്ടുവാ ആ കുടുംബത്തിനകത്തുനിന്ന് വിളിയുള്ള ഒരുവനെ തിരഞ്ഞെടുത്തിട്ട് ദൈവം വിളി അവൻ്റെ മേലിട്ടിട്ട് മാറ്റി നിർത്തിയേക്കുന്നത്. കാരണം പലർക്കും രക്ഷകനാകാൻ വേണ്ടി ഈ ഒരുവൻ്റെ വിളി ധാരാളമാണ്. ഞാൻ ആത്മാവിൽ ഈ സന്ദേശത്തെ ഞാൻ നുറുക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മേലുള്ള വിളി ഒരുപാട് പേരുടെ നിലവിളിക്ക്, കോടിക്കണക്കിന് ജനത്തിൻ്റെ നിലവിളിക്ക് ഒരു ആശ്വാസമാക്കി മാറ്റുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി കേവലം നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിളിയല്ല. ഒരുപാട് പേരുടെ നിലവിളിക്കും പല ഊഴിയ വിചാരകന്മാരാലുള്ള ദണ്ഡനങ്ങൾക്കകത്ത് കിടക്കുന്നവർക്കും പരിഹാരമാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഉന്നതമായ വിളിയാ. അത് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ വ്യസനത്തെ കുടഞ്ഞുകളാ, യേശുവിൻ്റെ നാമത്തിൽ സംശയത്തെ കുടഞ്ഞുകളാ, എല്ലാ ദുർചിന്തകളെയും കുടഞ്ഞുകളാ. എന്നിട്ട് ചാടി എഴുന്നേറ്റിട്ട് പറ, അപ്പാ അടിയനിതാ. ഹല്ലേലൂയ. വിളിയുടെ പ്രത്യേകത ഭയങ്കരമാണ്. എന്തുകൊണ്ടാ സാത്താൻ ഇങ്ങനെ പുറകെ അടുക്കാൻ പറ്റുകയല്ല, എങ്കിലും പുറകെ ഇങ്ങനെ വരുന്നതെന്നറിയാവോ? ഇങ്ങനെ പുറകെ വരുന്ന ഈ വിളി കിടക്കുന്നുണ്ടോ? നിങ്ങളുടെ വിളി ഇല്ലാണ്ടിരിക്കട്ടെ, നിങ്ങൾക്കൊരു വിളി ഇല്ലാണ്ടിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും സാത്താനെ കണ്ണിന് കാണാൻ പറ്റത്തില്ല, സാത്താനെയും കാണാൻ പറ്റും, ഒരു കുട്ടിച്ചാത്തമാരെയും കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലും നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉറപ്പിച്ചോ, നിങ്ങളുടെ മേൽ വിളിയുള്ളത് കൊണ്ടാണ്. എന്നെ സംശയിക്കൊന്നും വേണ്ട, ബൈബിൾ നോക്കിയാൽ മതി. ഒരു വിളിയുള്ളത് കൊണ്ട്. ഈ വിളിയുള്ളവർക്കെല്ലാം ബൈബിളിൽ ഭയങ്കര പോരാട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവം ഒരാളെ പൊട്ടക്കിണറ്റി എടുത്തിട്ടേക്കുന്നു. പക്ഷെ സഹോദരന്മാർ വിചാരിച്ചു ഈ പൊട്ടക്കിണർ ധാരാളമാണ്. പക്ഷെ കർത്താവ് വാക്വം വെച്ച് വലിച്ചെടുക്കുന്ന പോലെ പുള്ളിയെ പുറത്തെടുത്തു, അവന്മാരെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. സഹോദരന്മാർ വിചാരിച്ചു ഇവനെ കിട്ടുന്ന കൂലിക്ക് തട്ടിയാൽ കാര്യം ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ബൈബിൾ വായിച്ചെങ്കിൽ നിങ്ങൾക്കറിയാം, അവസാനം കഞ്ഞി വെക്കാനുള്ള അരിക്ക് ചാക്കും കൊണ്ട് സഹോദരന്റെ മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വന്നു. കാര്യം മനസ്സിലായോ? ഇന്നലത്തെ പൊട്ടക്കിണർ നിങ്ങൾ ഓർക്കണ്ട, ഇന്നലത്തെ കിട്ടുന്ന വിലയ്ക്ക് വിറ്റ് കളഞ്ഞത് നിങ്ങളെ ഓർക്കണ്ട. നിങ്ങളെ പലരുടെ മുമ്പിലും ഒരുപക്ഷെ വാക്കുകൊണ്ട് വിറ്റ് കാണും, വിറ്റ് തള്ളിക്കാണും. പക്ഷേ നിങ്ങൾ ഇന്നത്തെ അപമാനമൊന്നും നിങ്ങൾ ഓർക്കണ്ട. വിളി നിന്റെ മേലുണ്ടോ, മന്ത്രി കസേരയും കുപ്പായോ അവിടെ ഒരുങ്ങുന്നുണ്ട്. നിന്റെ വസ്ത്രം വലിച്ചു കീറിയോ, നിനക്കുള്ള കുപ്പായം വേറെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതൊരു സെൻട്രി തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. കാലം ഇച്ചിരി പോട്ടെ, നിന്റെ വിളിക്കകത്ത് കിടക്കുന്നതാ ഏത് കാലഘട്ടത്തിൽ നീ ഒരു സീറ്റിൽ ഇരിക്കണമെന്ന്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം, നീ കൊന്നു കുഴിച്ചു മൂടിക്കളഞ്ഞാലും വിളിയുള്ളവനെ എഴുന്നേൽപ്പിച്ച് തമ്പുരാൻ ആ സീറ്റിൽ ഇരുത്തുന്നതാ എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത. അതിന് ഏറ്റവും വലിയ തെളിവാ എന്റെ യേശുവപ്പ കൊന്നു കുഴിച്ചു മൂടിക്കളഞ്ഞു. മൂന്നാം നാൾ തമ്പുരാൻ ഒറ്റ വിളിക്ക് പുറത്തെടുത്തു. തന്റെ സഹോദരന്മാർക്കെല്ലാം 40 ദിവസത്തോളം പ്രത്യക്ഷനായിട്ട് നേരെ സ്വർഗത്തിൽ പോയി. എഴുതിയിരിക്കുന്ന പ്ലാസ്റ്റിക് ചെയർ ഇരിക്കുന്നു എന്നല്ല, പിതാവിന്റെ വലത്തുഭാഗത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നു. അടുത്തൊരു പദം മറ്റൊരു ഭാഗത്ത് കിടക്കുകയാ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുമെന്ന്. എത്ര പേർക്ക് ഇതിന്റെ ആഴമറിയുന്നോ എന്തോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞെ, ചില സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഓർത്തോ, അത് നിന്റെ വിളിക്കകത്ത് കിടക്കുന്ന ഒന്നാ. ചില സീറ്റിൽ നിങ്ങൾ ഇരിക്കാനുള്ളതല്ല, അതുകൊണ്ടാ. ചില വീട്ടിൽ നിങ്ങൾ നിൽക്കാനുള്ളതല്ല, അതുകൊണ്ടാ. വിളിക്കൊത്തെടുത്തേ നിർത്തുള്ളൂ. മോശയുടെ വിളിക്ക് നദി ഒട്ടും പോരാ, മോശയുടെ വിളിക്ക് ആടുപരിപാലനം പോരാ. യോസേഫിന്റെ വിളിക്ക് അപ്പന്റെയും സഹോദരന്മാരെയും കൂടെ ഉള്ള ജീവിതം പോരാ. അതുകൊണ്ട് ചിലടത്ത് ദൈവം കുറച്ചുനാൾ പണിക്ക് നിർത്തി. അന്ന പണിയെടുക്കുന്ന ദൈവവിളി ഇല്ലാത്തവരാണോ? ജോലിക്ക് പോകുന്ന ദൈവവിളി ഇല്ലാത്തവരാണോ? ഹല്ലേലൂയ, അത് കൊള്ളാലോ. അത് കഴിഞ്ഞപ്പോഴോ ആ പണിയിൽ വിശ്വസ്തനായപ്പോഴാ സ്ഥാനവും മാനവും സാലറിയും മാറിയത്. ഹല്ലേലൂയ.
അന്നേരമാ ഒരു കാലം വിളിയുള്ളവന്റെ നേരെ ചൂണ്ടിയതിൻ്റെയും, ഒരു കാലം വിളിയുള്ളവനെ തൊഴിച്ചെടുത്ത് പൊട്ടക്കണക്കി ഇട്ടതിൻ്റെയും, ഒരു കാലം വിളിയുള്ളവനെ വിവസ്ത്രനായിട്ട് മിസ്രൈമിന്റെ അടിമക്കച്ചവട ചന്തയിൽ വെച്ച് വിറ്റ് അവൻ പറഞ്ഞു വിട്ടതിൻ്റെയും, ഒരു എബ്രായനെ തൊട്ടതിന്റെ കാര്യം ഇത്, പറഞ്ഞു വിട്ടതിൻ്റെയും കൂലി വാങ്ങാൻ, മറുപടി മേടിക്കാൻ, അരി മേടിക്കുന്ന സഞ്ചിയും കൊണ്ട് റേഷൻ മേടിക്കാൻ ഇക്കണ്ട ദൂരം മുഴുവൻ നടന്നിട്ട് സഹോദരന്റെ മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വന്നത്. എൻ്റെ ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ചില പ്രവൃത്തിയുടെ ഫലം കൊടുക്കുന്ന ദൈവ, ചില പ്രവൃത്തിയുടെ ഫലം കൊടുക്കുന്ന ദൈവ. ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്കും എനിക്കും ഒന്നും വായ തുറക്കാൻ പറ്റാത്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചില സ്ഥലങ്ങളിൽ ചിലരോടൊന്നും മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം, ഭയം കൊണ്ടാകാം, ബഹുമാനം കൊണ്ടാകാം, പ്രായം കൊണ്ടാകാം, സങ്കടം കൊണ്ടും വാ തുറക്കാൻ പറ്റാത്ത ഘട്ടങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു കാലം മറുപടി പറയാൻ വിളിയുള്ളവന് ദൈവം ഒരു പ്രൊവിഷൻ കൊടുക്കും. ഹല്ലേലൂയ. വിളിയുള്ളവന് കർത്താവ് ഒരു പ്രൊവിഷൻ കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി അല്ല. കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര സുതാര്യതയാണ് ബൈബിളിൽ. നമ്മൾ കുരുമാറുന്നതും ചെരങ്ങുമാറുന്നതുമാകുന്ന ദൈവത്തിന്റെ പുറകെ ഒന്നും ഇറങ്ങി തിരിച്ചവരല്ല. എൻ്റെ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര നീതിയുള്ളൊരു ദൈവത്തെയാണ് എനിക്ക് തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്. നീതിയുള്ളൊരു ദൈവം. ഞാൻ പറയുമ്പോൾ ആക്സിലറേറ്റർ കൂട്ടുകയും ഞാൻ പറയുന്നിടത്ത് വന്ന് ഇടിച്ചു നിൽക്കുകയും ഞാൻ പറയുന്നിടത്ത് പുതുവഴി തുറക്കുകയും ചെയ്യുന്ന ദൈവമൊന്നുമല്ല. ദൈവത്തിന് ദൈവത്തിൻ്റെതായ രീതികളുണ്ട്. അതാണ് രീതി, അതാണ് ശരി. നമ്മൾ ഈ ഭൂമിയിലത്തെ ഭക്ഷണവും കഴിച്ച് ഇവിടുത്തെ ചിന്തയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെ വിധിക്കാൻ നമുക്ക് തോന്നുന്നത്. എന്നാൽ സ്വർഗീയ ഭോജനം ആസ്വദിക്കുകയും സ്വർഗീയ പുഷ്ടിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ കർത്താവിനൊത്ത് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളവരെ നോക്കിയത്രേ എൻ്റെ കർത്താവ് പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു. എന്നെക്കുറിച്ചും പറയണമെങ്കിൽ സ്വർഗീയ ഭോജ്യത്തിനകത്ത് പുഷ്ടി പ്രാപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, അല്ലാതെ നടക്കൂല. ആമേൻ. അപ്രതീക്ഷിതമായ ഒരു വിളി മോശമേൽ വന്നപ്പോൾ മോശയോട് പറഞ്ഞത്, ഞാൻ നിന്നെ വിളിച്ചതൊരു ഉന്നതമായ വിളിയാ മോശ. കാരണം എൻ്റെ ജനം ഊഴിയ വിചാരകന്മാർ നിമിത്തം ഉള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്ത് പാലും തേനും ഒഴുകുന്ന ദേശത്ത് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ അതിന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കാണാപ്പാടാ, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വിളി ദേശം മാറ്റും, വിളി ലെവല് മാറ്റും. ദൈവവിളി ഒരുവന്റെ സഞ്ചാരപാതയെ തന്നെ തിരിച്ചു കളയും. ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്ത ഒത്തിരി ദൈവമക്കള് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദര തുല്യനായി നിന്നുകൊണ്ട് നിങ്ങളുടെ മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ ദൈവം കള്ളം പറയത്തില്ല. എൻ്റെ ദൈവം കള്ളം പറയത്തില്ല. ദൈവം ഭൂമി തരുന്ന ദൈവമാണോ, വസ്തു മേടിക്കാൻ തരുന്ന ദൈവമാണോ എന്നൊന്നും ചോദിച്ചുകൊണ്ട് വരണ്ട. എൻ്റെ ദൈവത്തിന് അതും ഒരു മനുഷ്യൻ ആവശ്യം എന്നറിയുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഭൂമിയും കൊടുക്കും, കാറും കൊടുക്കും, ബംഗ്ലാവും കൊടുക്കും. പിന്നെ ഭൂമിക്കും കാറിനും ബംഗ്ലാവിനും വേണ്ടി ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങണ്ട, അതാണ് ശരി. ഞാൻ അവരുടെ നിലവിളി കേട്ടു. സുഹൃത്തെ, നിലവിളി പല പരിമിതി കൊണ്ടും പൊറുതിമുട്ടുകൊണ്ടുവാ ഈ നിലവിളി. ഈ നിലവിളിയുടെ മറുപടിയെ കൊടുത്ത് ഞാൻ അവരെ അല്ലാതെ ഇവരാരും പറഞ്ഞു എനിക്ക് പാലും തേനും ഒഴുകുന്ന രാജ്യത്തിലേക്ക് പോകണം, ഇവരാരും പറഞ്ഞൊന്നുമില്ല. വല്ല വിധേന ഈ അടിമനുഖത്തിൽ നിന്നൊന്ന് വിടുവിക്കപ്പെട്ടാൽ മതി എന്നേ പറഞ്ഞുള്ളൂ. എൻ്റെ വീട്ടിൽ പോയി ഞാൻ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച് ജീവിച്ചോളാം എന്നൊക്കെ ചിലപ്പോൾ ഇതിനകത്തുള്ളവർ പറഞ്ഞു കാണും. പക്ഷെ തമ്പുരാൻ എന്നാ ചെയ്തതെന്നറിയാമോ? തെരഞ്ഞെടുക്കപ്പെട്ട വിളിയുള്ള ഒരു കൂട്ടം ജനത്തെ കൊണ്ടുപോകുന്ന സ്ഥലത്തെ കുറിച്ച് മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഈ ദൈവവിളി ഉള്ളവന് ദൈവം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. വിശ്വസ്തനാണെന്ന് കണ്ട എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ മോശേ, ഞാൻ എന്തിനാണെന്നറിയാവോ നിന്നെ വിളിച്ചേ? ഞാൻ നിന്നെ വിളിച്ചത് അവരുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. ഞാൻ അവരെ മിസ്രൈമ്യരുടെ ഇടയിൽ നിന്ന് വിടുവിക്കാൻ പോകും. കാര്യം അവർ ഭയങ്കര അനുസരണക്കേടൊക്കെ ഉള്ളവരാണെങ്കിലും എനിക്കവരെ വിടുവിക്കണം. നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം. ഓ എൻ്റെ പൊന്നു കർത്താവേ,
നമ്മളെയൊക്കെ കർത്താവ് അങ്ങനെയൊക്കെ ഒന്ന് വിളിക്കുക, ഒന്ന് നീ കൂടെ നിൽക്കുകയാണോ എന്നൊക്കെ പറയുക. ഇതിന് നമ്മൾ ഭയങ്കരമായിട്ട് കൊടുത്തു വെച്ചവരൊന്നും അല്ല. ഇതൊക്കെ കൃപയാട്ടോ. നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം. ഞാൻ ഇന്നലെ മെനിങ്ങാൻ നോക്കിയിട്ട് 2-3 പേരോട് പറഞ്ഞു, പിശാചിനും പ്രവർത്തിക്കാൻ ഒരു ബോഡി വേണം, പരിശുദ്ധാത്മാവിനും പ്രവർത്തിക്കാൻ ഒരു ബോഡി വേണം. ഞാൻ ഹോളി സ്പിരിറ്റ് ആകുന്നു, മിസ്രൈമിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഇവരെ വിടിവിക്കാൻ വന്നിരിക്കുന്നു എന്നൊന്നും പറഞ്ഞ് നെഞ്ചും പിരിച്ച് ഹോളി സ്പിരിറ്റ് പോയി നിൽക്കത്തൊന്നുമില്ല. ഹോളി സ്പിരിറ്റിന് ഞാൻ എന്ന് പറയുന്ന ഒരു വാഹനത്തെ വേണം. അവർ ബോഡി ഈസ് എ വെഹിക്കിൾ ഫോർ ക്യാരി ഹിസ് സ്പിരിറ്റ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഹനമാണ്. നമ്മുടെ വാഹനമായി ശരീരം വഹിച്ചുകൊണ്ട് നമ്മൾ ചലിക്കുന്നവരാണെങ്കിൽ നമ്മൾ വാഹനങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളൊരു മരമായിട്ട് നിന്നാൽ മതിയായിരുന്നു. ചലിക്കുന്ന വാഹനങ്ങളാണ് മനുഷ്യർ. എന്തിനാ? ദൈവത്തിൻ്റെ സ്പിരിറ്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് സൃഷ്ടാവിൻ്റെ ആത്മാവാണ് എൻ്റെ ശരീരത്തിലിരിക്കുന്നത്. അതിനെ വഹിച്ചു കൊണ്ടുപോകാൻ അത്ര എനിക്ക് ഈ ശരീരം തന്നത്. ഇതുപോലെ തന്നെയാ പിശാചിനും പ്രവർത്തിക്കണമേ സ്വന്തമായിട്ട്. ഞാൻ സാത്താനാകുന്നു, ഞാൻ ഇപ്പം നിന്നെ വകവരുത്തിക്കളയും പറയുകയല്ല. അങ്ങനെ പറയുന്നത് ഒരു മനുഷ്യനെ കൂടെ പറയത്തുള്ളൂ. കാരണം ഒരു ബോഡി, അതിനുവേണ്ടി തുറന്നു കൊടുത്തൊരു ബോഡിയിലേക്ക് ഈ സാത്താന് കയറിയാലേ ആ ബോഡിയിലൂടെ ആ മനുഷ്യൻ്റെ ഓർഗൻസ് ഉപയോഗിച്ച്, ആ മനുഷ്യൻ്റെ അവയവം ഉപയോഗിച്ച്, ആ മനുഷ്യൻ്റെ മൗത്ത് ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സാത്താൻ വന്ന് ചെവിയിലെടുത്തൊന്ന് ഊതിയാലും നമ്മളാരും അറിയാൻ പോകുന്നില്ല, കൂവിയാലും അറിയാൻ പോകുന്നില്ല, നമ്മുടെ മുന്നിൽ വന്ന് നൃത്തം കളിച്ചാലും അറിയാൻ പോകുന്നില്ല, നൃത്തം ചെയ്താലും അറിയാൻ പോകുന്നില്ല. ഇതുപോലെയാ ദൈവത്തിന് മോശ. നിനക്ക് എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുമോ? യെസ്, ഐ ആം റെഡി. പക്ഷെ ഒത്തിരി പരിമിതികളൊക്കെ പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇതൊക്കെ വിടടാ, ഞാനല്ലേ കാര്യം ചെയ്യുന്നത്, കൂടെ നിന്നാൽ മതി. ഇതേ ഒന്ന് കേട്ടെ, ഒന്ന് കൂടെ നിന്നാൽ മതി. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തിട്ട് എൻ്റെ ഈ സർട്ടിഫിക്കറ്റേ ഉള്ളൂ, ഞാൻ 10ാം ക്ലാസ് ഫെയിലായി പോയതാ എന്നൊന്നും പറയണ്ട. അനുസരണമുള്ള ഒരു ബോഡി, അനുസരണമുള്ളൊരു മനുഷ്യൻ, അനുസരണമുള്ളൊരു മനുഷ്യാത്മാവേ നീ മതി കർത്താവിന്. ബാക്കി തമ്പുരാൻ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവരെ വിടിവിക്കാൻ പോവാ. വിടിവിച്ച് വിളിയുള്ളവനെ കൊണ്ട് വിടിവിച്ചിട്ട് വെറുതെ എങ്ങോട്ടെങ്കിലും കൊണ്ടൊന്നും പോകത്തില്ല. പോണെങ്കിൽ കർത്താവിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചേ പോകത്തുള്ളൂ. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ അവരെ മൂവ് ചെയ്യും. ഒരു മേജർ ഷിഫ്റ്റ് കർത്താവ് നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നൽകാൻ സമയമായി കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് റിസീവ് ചെയ്യുകയാണ്. അടിമച്ചങ്ങല പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ പോകുന്നത് മിനറൽ വാട്ടർ കമ്പനിയിലേക്കല്ല, പാലും തേനും ഒഴുകുന്ന രാജ്യവും ദേശവും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഞാൻ തിരുവെഴുത്തിൽ നിന്ന് അതിനെ സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ. പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് വേണ്ട, ഞാൻ തിരുവെഴുത്ത് അങ്ങനെ തന്നെ പറയുന്നത്. ദൈവത്തിൻ്റെ മനസ്സിന്റെ വലിപ്പത്തിനനുസരിച്ച് പറയേണ്ട കാര്യം വിളിയുള്ളവനോട് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് കാണും, ഞാൻ ഈ കേട്ടതൊക്കെ അപ്പൊ ദൈവശബ്ദം അല്ലേ? ദൈവശബ്ദം ഭയങ്കര വലുതായിട്ട് വന്നിട്ടും എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ, എന്താ ഇങ്ങനെ? കർത്താവ് ഇങ്ങനെയൊന്നും അല്ലല്ലോ എൻ്റെ പ്രാർത്ഥന മുറിയിൽ പറഞ്ഞത്. മറ്റുള്ളവർ പറഞ്ഞത് പോട്ടെ, എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ എന്തിന് ഇത്രയും വല്ലാത്ത രീതിയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യണം? അപ്പൊ ദൈവത്തിൻ്റെ വിളി എൻ്റെ മേലില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഉണ്ടോ? എങ്കിൽ എൻ്റെ കൂടെ പോരെ, ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്കൊന്ന് വന്നേ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്കൊന്ന് വന്നേ. ബാഷാറാബാക്കാസ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ പ്രാർത്ഥനയാ എനിക്ക് എന്തെങ്കിലും പറയാൻ പരിശുദ്ധാത്മാവ് വായി തുറക്കാൻ കൃപ തരുന്നത്. നിങ്ങളുടെ ഒരുക്കമാ ദൈവം സംസാരിക്കുന്നതിൻ്റെ കാരണം. ദൈവത്തെ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ കർത്താവ് സംസാരിക്കത്തില്ല. നമ്മളതും അറിഞ്ഞിരിക്കണം. ദൈവത്തെ ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കത്തില്ല. ദൈവത്തെ മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യരെ ദൈവം മൈൻഡ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യവും മുതൽ നമുക്ക് താഴേക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 11. നമുക്ക് അവിടെ താഴേക്ക് വായിക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരുവേലകത്തിൻ കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്
എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു, മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്കിന് ഇത്തിരി പഞ്ച് കൂടുതലാ ഗിദെയോൻ പറഞ്ഞപ്പോ. അപ്പോൾ യഹോവ അവനെ നോക്കി. ഞാൻ തൊട്ടു മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, നോക്കി വേർതിരിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതിയെന്ന്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഉറപ്പുവരുത്തൂ. അപ്പോൾ യഹോവ അവനെ നോക്കി. അപ്പോൾ പറഞ്ഞേ, അപ്പോൾ യഹോവ അവനെ നോക്കി. ഇപ്പോൾ പറയൂ, ഇപ്പോൾ യഹോവ എന്നെ നോക്കട്ടെ. ഇപ്പോൾ യഹോവ എന്നെ നോക്കട്ടെ. കാര്യം എന്നാ, ഞാനും പല ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പല ചോദ്യങ്ങളുടെയും മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഞാനും നിങ്ങളും. ഇപ്പോൾ ഈ ഗോതമ്പ് മെതിക്കുന്നു എന്നുണ്ടെങ്കിലും ഈ മനുഷ്യൻ്റെ ഉള്ളു വിങ്ങുന്നത് കണ്ടതുകൊണ്ട് തന്നെയാ യഹോവയുടെ ദൂതൻ അവിടെ വന്ന് കരുവേലകത്തിൻ്റെ കീഴിൽ ഇരുന്നത്. ഞാൻ ആത്മാവിൽ ഈ വേർഡിനെ പിടിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുക. ഈ മനുഷ്യൻ മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കാൻ പാത്തിരുന്ന് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. ആരാ? ഗിദെയോനെ എന്നതാ ദൈവം അഡ്രസ് ചെയ്തത്? പരാക്രമശാലി എന്ന് ഗിദെയോന്റെ അപ്പൻ യോവാശിട്ട പേരാണ്? അല്ല, ഗിദെയോൻ എന്നാണ് പേരിട്ടത്. അമ്മയിട്ട പേരാണോ? അല്ല. അപ്പൊ പിന്നെ ഈ പേര് എവിടുന്ന് വന്നു? ഈ പേര് വിളിക്കകത്തുള്ളൊരു പേരാണോ? ഈ പേര് ഈ മനുഷ്യന്റെ അല്ല. ഒന്നുകൂടെ തെളിച്ച് പറയാം. ഈ പ്രവൃത്തി പരാക്രമശാലിയെ പോലെ അഗ്രസീവായിട്ട് നിൽക്കാനുള്ള, ഒരു എക്സലന്റ് സ്പിരിറ്റിൽ വർക്ക് ചെയ്യാനുള്ള, ജ്ഞാനത്തോടെ ഡിസിഷൻ എടുക്കാനുള്ള, വൈസ്ഫുള്ളി മൂവ് ചെയ്യാനുള്ള, ഒരു ചെസ് ബോർഡിലെ കരുക്കളെ വളരെ സൂക്ഷ്മതയോടെ വളരെ വളരെ ഇന്റലിജന്റ്ലി മൂവ് ചെയ്യുന്നത് പോലെ സമയാസമയങ്ങളിൽ വേണ്ട ഡിസിഷൻസ് എടുക്കാനുള്ള ഈ ഒരു ഇന്റലക്ച്വൽ പവർ ഈ മനുഷ്യൻ ഉണ്ടായിരുന്നത് കൊണ്ടും അതവന്റെ വിളിക്കകത്ത് കിടക്കുന്ന ഒരു സ്വഭാവമായതുകൊണ്ടും അത് തക്ക സമയം അവനിലൂടെ വെളിപ്പെട്ട് വന്നതുകൊണ്ടും ദൈവം അവന്റെ വിളിക്കകത്തുനിന്ന് ഒരു വിളിപ്പേരിനെ എടുത്ത് വെളിയിലിട്ടിട്ട് പേര് വിളിച്ചത് ഇങ്ങനെയാ. ഗിദെയോനേ എന്നല്ല വിളിച്ചത്, അപ്പനിട്ട പേരിലല്ല വിളിച്ചത്, അമ്മയിട്ട പേരിലല്ല വിളിച്ചത്, മുത്തച്ഛനിട്ട പേരിലല്ല വിളിച്ചത്, ദൈവത്തിന്റെ വിളിക്കകത്തുള്ള വിളിപ്പേരിലാ വിളിച്ചത്. പരാക്രമശാലിയെ. യേശുവിന്റെ നാമത്തിൽ അവൻ പൊട്ടാന്നും കഴുതയെന്നും മണ്ടാന്നും ഒക്കെ വിളിച്ച്, ബുദ്ധിയില്ലാത്തവനെന്നൊക്കെ വിളിച്ച് പലരും വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ശപിക്കപ്പെട്ടവനെന്ന്, ശാപം പേറുന്നവനെന്ന്, നന്നാകാത്തവനെന്ന്, മുടിഞ്ഞവനെന്നും ഒക്കെ വിളിച്ചിട്ട് ആ വിളിപ്പേരിലൊക്കെ കേൾക്കുന്ന, അതൊക്കെ ഹൃദയത്തിനകത്ത് മുറിവുകളായിട്ടും ഭാരമായിട്ടും ഒക്കെ കിടക്കുന്ന ഒത്തിരി പേർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങളിലേക്ക് ഈ ദൈവശബ്ദം ആത്മതീയിൽ പകർന്ന് ഞാൻ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തേ, നിന്റെ വിളിക്കകത്തുള്ള പേരല്ല അവർ വിളിച്ചിരിക്കുന്നത്. അവർ പിന്നെ എന്തിനു നിന്നെ അങ്ങനെ വിളിച്ചു? നിന്റെ വിളിയും നിന്റെ വിളിക്കകത്തുള്ളൊരു വിളിപ്പേരുമുണ്ട്. അത് ദൈവം ഇട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞവനെ കൊണ്ട്, ആമേൻ, അറിഞ്ഞവൻ മനുഷ്യരിലൂടെ നിന്നെ വിളിച്ച് ആ പേരിന്റെ പുറത്തൊരു മറയിട്ടതാ. പക്ഷേ തക്ക സമയം ദൈവം ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങും. തക്ക സമയം നിന്റെ ആ പേര് മാറും, നിന്റെ വിളിപ്പേര് മാറും, നിന്റെ ദുഷ്പേര് മാറും, നിന്റെ ലജ്ജാഭാരം മാറും, മാറും. ഇത് മാറിയെന്ന് ഇതുവരെ ഗിദെയോൻ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ തമ്പുരാന്റെ വിളിക്കകത്തുനിന്നുള്ളൊരു വിളിപ്പേര് തന്റെ മകന്റെ മുഖത്ത് നോക്കി വിളിച്ചു. അല്ലയോ പരാക്രമശാലിയെ. ദൈവത്തിന്റെ ഒരു വിളി മതി, ജീവിതം മാറിപ്പോ. ഹല്ലേലൂയ. പരാക്രമശാലി എന്ന് വിളിച്ചപ്പം ഗിദെയോൻ ചാടി വീണ് എഴുന്നേറ്റ് നോക്കുക. എന്നെ എന്തായാലും വന്നതൊരു യജമാന സ്ഥാനത്തുള്ള വ്യക്തിയാന്ന് കാഴ്ച മനസ്സിലായി. പക്ഷെ ദൂതനാന്നും മനസ്സിലായില്ല, ദൈവമാണെന്ന് മനസ്സിലായില്ല. ഇവിടെ ആദ്യം ദൂതൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് യഹോവ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇറങ്ങി വന്നത് ദൂതനോ യഹോവയോ? യഹോവയായ ദൂതൻ. ഹു ഈസ് ദൂതൻ? ഹി ഈസ് എ മെസ്സഞ്ചർ. ഒരു സന്ദേശം കൊണ്ടുവരുന്നവനെ അത്രേ ദൂതൻ എന്ന് പറയുന്നത്. അത് യഹോവ തന്നെ
ആ ദൂതസ്ഥാനത്ത് ഒന്നുകൂടായികയില്ല, അബ്രഹാമിന്റെ വീട്ടിൽ വന്നില്ലേ? അബ്രഹാമിന്റെ വീട്ടിൽ വന്നില്ലേ? എൻ്റെ വീട്ടിൽ വന്നൂടെ? എൻ്റെ വീട്ടിൽ വരാം. ഞാൻ എൻ്റെ കർത്താവിന് തുറന്നിട്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ വരാം, തുറന്നിട്ടാ വരും. പക്ഷെ ഒരു കാര്യം, നമ്മൾ സാത്താനും അവൻ്റെ അനുയായികൾക്കും വേണ്ടി തുറന്നിട്ട സകല വാതിലും കൊട്ടി അടയ്ക്കണം. സാത്താനും അവൻ്റെ അനുയായികൾക്കും വേണ്ടി തുറന്നിട്ട സകലതും, വേണ്ടാത്ത എല്ലാ വിളിപ്പേരുകളും അങ്ങ് മാറിപ്പോട്ടെ. നിങ്ങളെ വിളിച്ചതും നിങ്ങളെ വിധിച്ചതും ഒക്കെ ആയിട്ടുള്ള വിധികളൊക്കെ മറന്നുകളാ. അത് മറക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ ഭയത്തിന്റെ ആത്മാവില ഗിദെയോൻ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞതുകൊണ്ടാ യഹോവ വന്നിട്ട് പറഞ്ഞത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. യഹോവ ശമ്മ. അപ്പൊ ഗിദെയോൻ ചോദിച്ചൊരു ചോദ്യം, പരാക്രമശാലി എന്ന് വിളിച്ചോ പെട്ടെന്ന് തല പൊക്കിയിട്ട് ചോദിച്ചൊരു ചോദ്യം എന്നാന്നറിയാം, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിലോ? യജമാൻ എന്തുവാ ഈ പറയുന്നത്? ഞങ്ങൾ അനുഭവിക്കുന്ന വല്ലതും അറിയുന്നുള്ളൂ. ഞാൻ ഇപ്പം തന്നെ പേടിച്ചിരുന്ന ഈ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവൻ ഇനി ഇതും കൂടെ വന്ന് അറസ്റ്റ് ചെയ്യൂ, അറ്റാക്ക് ചെയ്യോ, എടുത്തോണ്ട് പോവോ, പിടിച്ചെടുക്കോ, ഞാൻ പേടിച്ചിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ കൂടെ ദൈവമുണ്ട്. ഞാനൊരു ദൂത് പറയട്ടെ, ഞാനൊരു ദൈവശബ്ദം പറയട്ടെ. എത്ര മിദ്യാന്യ ശക്തികൾ വിളിയുള്ളവന്റെ വസ്തുവകകളെ കവരാൻ ശ്രമിച്ചാലും അതിനെല്ലാം ദൈവം ഒരു നിയന്ത്രണ രേഖ വയ്ക്കുന്നൊരു സമയമുണ്ട്. ഒരു പരിധിക്കപ്പുറം വിളിയുള്ളവനെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരിധിക്കപ്പുറം വിളിയുള്ളവനെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തൊരു ദൈവശബ്ദം, വിളിയുള്ളവനെ പിന്നെ ചൂഷണം ചെയ്യാൻ ദൈവം എന്തിനാ വിട്ടുകൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ചൂഷണം ചെയ്യുന്നത് പോലും ഈ വിളിയുള്ളവനെ വളർത്താനുള്ള ട്രെയിനിങ് പീരീഡായിട്ട് ദൈവം കൺസിഡർ ചെയ്യുകയും ചെയ്യും. ചില സമയം ദൈവത്തിൻ്റെ തന്നെ സിലബസിലില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ തന്നെ അപ്രതീക്ഷിതമായ ചില അറ്റാക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കും, അല്ലേ? അപ്രതീക്ഷിതമായ നല്ല പ്രാർത്ഥന ലെവലിൽ നിൽക്കുന്ന സമയത്തും അപ്രതീക്ഷിതമാകുന്ന ചില അറ്റാക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കും. പക്ഷേ ദൈവത്തിൻ്റെ അന്നത്തെ വർക്കിംഗ് സ്കെഡ്യൂളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി സഡൻലി ദൈവം പ്രിപ്പയർ ചെയ്യും, അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ. അതുകൊണ്ടാണ് ഈ മിദ്യാന്യരാൽ ഇതൊക്കെ സംഭവിച്ചപ്പോഴും ദൈവം മിണ്ടാതിരുന്നിട്ട് ഒരു പരിധിക്കപ്പുറം ഒരു പരിധി കടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദൈവം വെളിപ്പെട്ടിട്ട് ഗിദെയോനോട് പറയുക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറയും. ഗിദെയോൻ അവനോട് നമ്മൾ പറയുന്ന പോലെ, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നീ ദൈവത്തിൻ്റെതായതുകൊണ്ട് എന്നാണ്. എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം യഹോവ ശമ്മയായതുകൊണ്ടാണ്, ദൈവം നമ്മോട് കൂടെ ആയതുകൊണ്ടാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ ആയതുകൊണ്ടാണ്. യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് താഴേക്ക് വായിച്ച് 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി. ഈ ഗിദെയോന്റെ സംസാരം ശരിക്കും ഒരു നിരാശ നിറഞ്ഞ ഒരു പതറിയ സ്വരത്തിലാണ് എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം അവനെ നോക്കി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ചിന്തയും ചോദ്യം ഇതാണ്, നിങ്ങളും ഞാനുമാണെങ്കിൽ, എത്ര പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും പരിചയമുള്ള ഒരു വ്യക്തിയാണെങ്കിലും, സ്പെഷ്യലി ഒരു സ്ട്രേഞ്ചറാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കും, ശരിയല്ലേ? നമ്മൾ സ്ട്രേഞ്ചറിനും കൂടുതൽ അറ്റൻഷൻ കൊടുക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഗസ്റ്റാണ് ഈ പറയുന്ന യജമാനനെ എന്ന് വിളിക്കുന്ന ഈ ദൂതൻ, ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഗിദെയോൻ ആ സ്ട്രേഞ്ചറെയും ആ സ്ട്രേഞ്ചർ ഗിദെയോനെയും ഫേസ് ചെയ്തല്ലേ സംസാരിക്കേണ്ടത്. പിന്നെ എന്തിനാ അപ്പോൾ യഹോവ അവനെ നോക്കി എന്ന് എഴുതി വെച്ചേക്കുന്നത്? ഈ നോട്ടം പ്രത്യേകതയുള്ളൊരു നോട്ടമാണ്. ഇത് നോട്ടത്തിലൂടെ വ്യാപരിച്ച ഒരു അഭിഷേകം എന്ന് വേണേ പറയാം. നോട്ടത്തിലൂടെ അഭിഷേകം വ്യാപരിക്കും. ഒരു സൈറ്റിലൂടെ, ഐ ഫോക്കസിലൂടെ അഭിഷേകം വ്യാപരിക്കും. കാരണം ഗിദെയോന്റെ
ഇപ്പോഴത്തെ ഒരു മറുപടി എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത ഭയത്തിനകത്ത് നിന്നും, ഉറപ്പില്ലായ്മയ്ക്കകത്തു നിന്നും, വിശ്വാസമില്ലായ്മയ്ക്കകത്തു നിന്നൊക്കെയാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ദൈവം എന്നോട് കൂടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ളതാ മറുപടി. ദൈവം നമ്മോട് കൂടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എന്തോ ഒരു വിശ്വാസക്കുറവ് പോലെ. കാരണം മിദ്യാന്യർ വന്നു, ഇങ്ങനെയൊക്കെ ആക്രമിക്കുന്നു, വ്യസനമാണ്, വേദനയാണ്, ഭയപ്പാടാണ് ആകെ. അപ്പൊ പിന്നെ അതിനകത്തുനിന്ന് രക്ഷിക്കുന്നതല്ലേ ദൈവവിളി എന്ന് ചോദിച്ചാൽ, രക്ഷിക്കുന്ന ദൈവം കൂടെ ഉണ്ട് എന്ന് പറയാനാ ഇപ്പൊ ഈ കരുവേലകത്തിന്റെ അകത്ത് ഈ ദൂതൻ വെയിറ്റ് ചെയ്തത്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ആരോടൊക്കെയോ പറയുന്നു, എന്തൊക്കെ പിടിച്ചെടുത്താലും നിനക്ക് മെതിക്കാൻ ഒരു ഗോതമ്പ് ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിളിയുടെ പ്രത്യേകതയാണ്. എന്തൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും, എന്തിന്റെയൊക്കെ പുറത്ത് ശത്രു കൈവച്ചിട്ടുണ്ടെങ്കിലും, മറഞ്ഞിരുന്ന് നിനക്ക് മെതിക്കാൻ തക്കവണ്ണം ഗോതമ്പിന്റെ ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കരുതലിന്റെ കരം ഉണ്ടെന്ന് തന്നെ അർത്ഥം. ഹല്ലേലൂയ. ശത്രു നിന്റെ പലതിന്മേലും, ശത്രു നിങ്ങളുടെ പലതിന്മേലും, വൈരി നിങ്ങളുടെ പലതിന്മേലും, പ്രതിയോഗി നിങ്ങളുടെ പലതിന്മേലും, സാത്താൻ നിങ്ങളുടെ പലതിന്മേലും കരം വെച്ചിട്ടുണ്ടാകാം. പക്ഷേ മെതിക്കാൻ തക്കവണ്ണം വായ്ക്ക് ദൈവം ഒരു ബലം നിയമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ദൈവം ഒരു ബലം നിയമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ ആത്മാവിനെ കവർന്നെടുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കരുതലിന്റെ കരമുള്ളത് കൊണ്ടും യഹോവ നിന്നോടുകൂടെ ഉള്ളത് കൊണ്ടും തന്നെയാണ്. പ്രാർത്ഥനയിൽ പരാക്രമശാലികളായ ചിലതിനെ ദൈവാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക. ഈ സെക്കൻഡിൽ പ്രാർത്ഥനയിൽ പരാക്രമശാലികളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയെ പരാക്രമശാലികളായ ചിലരെ, ചിലതിനെയൊക്കെ മെതിക്കാനുള്ളതിനെ, ചിലതിനെയൊക്കെ കൽപ്പിക്കാനുള്ളതിനെ, ചിലതിനെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ളതിനെ ദൈവത്തിന്റെ ആത്മാവ് ഈ സെക്കൻഡിൽ തൊട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യഹോവ അവനെ നോക്കി, അടുത്ത വാക്ക്, നിന്റെ ഈ ബലത്തോടെ പോകാൻ. ഏത് ബലത്തോടെ പോണം യജമാനനെ? നിങ്ങൾ പറ. നോക്കി ഉടൻ പറയുന്നു ബലം വന്നു. അപ്പൊ അതെന്താ? നോക്കി ബലം വന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്താലെങ്കിലും ശരി, ഈ ബലത്തോടെ പോകാം. പറയാം, ഒരു വചനം പറഞ്ഞാലും ശരി, ഈ ബലത്തോടെ പോകാം. ഇതൊന്നുമില്ല. നോക്കി, അടുത്ത വാക്ക്, അപ്പോൾ യഹോവ അവനെ നോക്കി. അടുത്ത വാക്ക് വീണ്ടും തുടങ്ങുക, നീ നിന്റെ ഈ ബലത്തോടെ. ഇതാ വാക്ക്, നിന്റെ ഈ ബലത്തോടെ. വിച്ച് ബലം? ഞാൻ നോക്കിയ ബലം ഒന്ന്. ഞാൻ നോക്കിയ ബലം ഒന്ന്. എൻ്റെ കണ്ണ് നിന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു ഗിദെയോൻ. ഞാൻ നോക്കിയ ബലം ഒന്ന്. രണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞ ബലം. അതെന്താ ഗിദെയോൻ? പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന ഈ ബലത്തോടെ പോകാം. There is no പ്രവചനം, there is no message. അവിടെ ഒന്നുമില്ല, ഒരു പ്രൊഫസി ഇല്ല, ഒരു മെസ്സേജും ഇല്ല, ഒരു മന്ത്രവാദവും ഇല്ല, ഒന്നുമില്ല. അവിടെ നോക്കി പോകാൻ പറഞ്ഞു. കർത്താവിൻ്റെ കണ്ണ് എൻ്റെ മേലൊന്ന് പെട്ടാ മതി. ദൈവത്തിൻ്റെ കണ്ണ് കടാക്ഷിക്കേണ്ട പോലെ ഒരുത്തൻ്റെ മേൽ കടാക്ഷിച്ചാൽ മതി, അവൻ്റെ ജീവിതം കെട്ടുപൊട്ടി പിന്നെ പുറപ്പാട് തുടങ്ങും. ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം. പലരെയും പേടിച്ച് നിന്റെ യാത്രകളെ നീ മുടക്കിട്ടിരിക്കുകയാണെങ്കിൽ, പലരുടെ വാക്ക് പേടിച്ച്, പലരുടെ പ്രവൃത്തി പേടിച്ച്, പലരുടെ വായിലിരിക്കുന്നത് പേടിച്ച് നിങ്ങൾ ജീവിച്ചരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ, ഒരു കരിന്തിരി പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ, ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുന്നു, ആരുടെ കനിവിൻ്റെ കണ്ണും നിങ്ങളിലേക്ക് പതിയാതിരിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് നീതിമാന്റെ മേൽ നോക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് നീതിമാന്റെ മേൽ നോക്കുന്നു. ചിലരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി പതിയുന്ന ദിവസമായത്. എൻ്റെ കർത്താവിൻ്റെ കണ്ണ് ചിലരെ നോക്കി മനസ്സലിയട്ടെ. എൻ്റെ ദൈവത്തിന്റെ കണ്ണ് ചില വ്യസന പുത്രന്മാരെ സന്ദർശിക്കട്ടെ. എൻ്റെ ദൈവത്തിന്റെ കണ്ണ് വ്യസനം ചുമക്കുന്നവരെ സന്ദർശിക്കട്ടെ. എൻ്റെ ദൈവത്തിന്റെ കണ്ണ് രോഗം വഹിക്കുന്നവരെ സന്ദർശിക്കട്ടെ. ഈ ബലത്തോടെ പോകാം.
എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് പെട്ടാൽ നിന്റെ മേലൊരു ബലം പകർന്നിരിക്കും. എൻ്റെ ദൈവം നിന്നെ നോക്കിയാൽ ഒരു ബലം താങ്കളുടെ മേൽ പകർന്നിരിക്കും. എൻ്റെ ദൈവം കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ താങ്കളുടെ മേൽ ആ ദൈവത്തിൻ്റെ ബലം പകർന്നിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ മോശയെ ദൈവം പോകാൻ പറഞ്ഞപ്പോൾ നാവിന്മേൽ ദൈവം കൂടെ ഇരിക്കാന്ന് പറഞ്ഞ ബലത്തിലാ മോശ പോയത്. നെഹമ്യാവിനോട് പണിയാൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ബലത്തില നെഹമ്യാവ് പണിതത്. അബ്രഹാമും അങ്ങനെ തന്നെ, ഹിസ്കിയാവും അങ്ങനെ തന്നെ, ഇരമ്യാവും യെശയ്യാവും യേശുക്രിസ്തുവും എല്ലാം അങ്ങനെ തന്നെ. എങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ ഈ തിരുവെഴുത്ത് വിവരിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവം, വിളിയുള്ളവന്റെ കൂടെ ഇരിക്കുന്ന ദൈവം, വാഗ്ദത്തമുള്ളവന്റെ കൂടെ ഇരിക്കുന്ന ദൈവം. കമോൺ, വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും വിശ്വസിക്കുന്നുവെങ്കിൽ ആ കണ്ണുകൾ അടച്ചു പറഞ്ഞ്, ആ കണ്ണുകൾ നിങ്ങൾ അടയ്ക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്ന ഒരു കണ്ണാണ് നമ്മുടെ ദൈവത്തിന്റെ കണ്ണ്. അതേ, ദൈവത്തിന്റെ കണ്ണ് ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ കടാക്ഷത്തോടെ നോക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? നിങ്ങൾ ദൈവസന്നിധിയിൽ ഭക്തിയോടെ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കും. എല്ലാ പരിമിതിയുടെ കെട്ടുകളും പൊട്ടാൻ പോവുക. എല്ലാ പരിമിതിയുടെ കെട്ടുകളും പൊട്ടാൻ പോവുക. എല്ലാ ഭീഷണിയും തകരാൻ പോവുക. എല്ലാ വെല്ലുവിളിയും കത്തി മാറാൻ പോവുക. എല്ലാ ആത്മമണ്ഡലത്തിലെ ബ്ലോക്കുകളും ക്യാൻസൽ ആകാൻ പോവുക. എല്ലാ ശുശ്രൂഷയുടെ തടസ്സങ്ങളും ക്യാൻസൽ ആകാൻ പോവുക. എല്ലാ അഭിഷേകത്തിന്റെ തടസ്സങ്ങളും ക്യാൻസൽ ആകാൻ പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് ഒരു ദൈവിക അഭിഷേകം. കർത്താവ് നിന്നെ കാണുമ്പോൾ നിന്റെ മേൽ വീഴും. ദൈവം കണ്ടവന്റെ മേൽ ദൈവം പകരുന്നൊരു ബലം. കർത്താവ് കണ്ടവന്റെ മേൽ ദൈവം പകരുന്നൊരു ബലം. ദൈവം കണ്ടവന്റെ മേൽ ദൈവം പകരുന്നൊരു പുതുബലം. ചിലതിനെയൊക്കെ തോപ്പിക്കുക, ചില മിഥ്യാന്യ ശക്തികളെ ഒതുക്കാൻ, ചില അടിമ ചങ്ങലകളെ പൊട്ടിക്കാൻ, ഫറവോനിയ അടിമത്തത്തെ പൊട്ടിക്കാൻ യേശുവിന്റെ നാമത്തിലൊരു ദൈവിക അഭിഷേകം വാഴ്ചകളെയും അധികാരികളെയും ആയുധവർഗം വെപ്പിച്ച യേശു ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ഒരു ദൈവിക അഭിഷേകം ഇത് വിശ്വസിക്കുന്ന ചിലരുടെ മേൽ സ്വർഗം പകരുന്നു. അമിക്കയറുകളെ പൊട്ടിക്കാനുള്ള ബലം ദൈവം പകരും. അന്യായ ബന്ധനങ്ങളെ തകർക്കാനുള്ള ബലം ദൈവം പകരും. വിശ്വസിക്കുന്നവർ മാത്രം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിയോഗങ്ങൾ ഇതിനകത്ത് ചലിച്ചു തുടങ്ങുന്നു. നിയോഗങ്ങൾ ഇതിനകത്ത് വ്യാപരിച്ചു തുടങ്ങുന്നു. നിയോഗത്തിന്റെ പുതപ്പുകൾ വീഴുകയാണ്. നിയോഗത്തിന്റെ പുതപ്പുകൾ എവിടെയൊക്കെയോ ഞാൻ വിളിയുള്ളവനാണോ എന്ന് ചോദിച്ചവരുണ്ട്. എവിടെയൊക്കെയോ എനിക്ക് തെരഞ്ഞെടുപ്പുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. എന്നെ ദൈവത്തിന് വേണ്ടെന്ന് ചോദിച്ചവരുണ്ട്. ദൈവം എന്നെ കണ്ടുന്ന ആരോ കള്ളം പറഞ്ഞതാന്ന് ചിന്തിച്ചവരുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പാപം ചെയ്തകന്നു പോയിട്ടും ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. പാപം ചെയ്തകന്നു പോയിട്ടും ദൈവം നിന്ന ചെയ്തിട്ടും ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ഞാൻ അബ്രഹാമിന്റെ ദൈവമല്ലയോ? ഇസഹാക്കിന്റെ ദൈവമല്ലയോ? യാക്കോബിന്റെ ദൈവമല്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ? അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ? അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ദൈവമല്ലയോ? കലങ്ങുന്നതെന്തിനു ഞാൻ?
കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. പിതാവേ, ഈ ജനത്തിൻ്റെ മേൽ ആ ദൈവിക വിടുതലും ശക്തിയും ആ നിയോഗത്തിൻ്റെ പുതപ്പും ഈ സെക്കൻഡിൽ പകരുക കർത്താവേ. ഈ സെക്കൻഡിൽ പകരുക. എന്നെ ദൈവം കണ്ടതാണോ എന്നും എന്നെ ദൈവത്തിന് വേണ്ടയെന്നും ദൈവത്തിന് വേണമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഈ ശൂലം മാറാതെ നിൽക്കുന്നുവെന്നും കരുതിയിരിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ടപ്പാ. ഒത്തിരി ദൈവമക്കളുണ്ടപ്പാ. അവരുടെ ജീവിതത്തിലപ്പാ ഈ സെക്കൻഡിൽ അവരെ ബ്ലോക്ക് ചെയ്ത് അവരെ ബ്ലോക്ക് ചെയ്ത എല്ലാ ഈവിൾ അറ്റാക്കും, എല്ലാ സാധാനിക ശക്തികളും ഈ സെക്കൻഡിൽ ക്യാൻസൽ ആകട്ടെ. പരാക്രമശാലിയെ ഭീരു എന്ന മുദ്ര കുത്തി ഭയത്തിന്റെ തടവറയ്ക്കകത്താക്കി, ഭീഷണിയുടെ തടവറയ്ക്കകത്താക്കി, വെല്ലുവിളിയുടെ തടവറയ്ക്കകത്താക്കി, നിരാശയുടെ തടവറയ്ക്കകത്താക്കി, കോപത്തിന്റെയും പാപത്തിന്റെയും ബന്ധനത്തിന്റെയും തടവറയ്ക്കകത്താക്കി സ്വയം വിധിച്ച് നാശമാക്കാൻ വേണ്ടി വെല്ലുവിളിക്കുന്ന സകല ദുഷ്ട വ്യാപാരങ്ങളും ഈ സെക്കൻഡിൽ ഈ ദൈവശക്തിയിൽ അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ചിലരെയൊക്കെ കർത്താവ് ഈ സെക്കൻഡിൽ ഭയത്തിന്റെ തടവറയിൽ നിന്ന് പൊളിച്ചു പുറത്തെടുക്കാൻ പോവുക. ഭയത്തിന്റെ തടവറയിൽ നിന്ന് പൊളിച്ചു പുറത്തെടുക്കാൻ പോവുക. പാപത്തിന്റെ അന്ധകാര ശക്തിയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുക. നിന്നെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ തള്ളിയെങ്കിൽ, നിന്നെ മനുഷ്യർ പൊട്ടക്കിണറ്റിൽ തള്ളിയെങ്കിൽ, നിന്റെ കൂടെ കൂടിയ പലരും നിന്നെ കൂടെ കൊണ്ടു നടന്നിട്ട് പാപത്തിന്റെയും പടുകുഴിയുടെയും നാശത്തിന്റെയും നിരാശയുടെയും പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിളിക്കകത്തു നിന്നൊരു വിളിപ്പേര് വിളിച്ചിട്ട് നിന്നെ കാന്തിക ശക്തിയോടെ, സ്വർഗശക്തിയോടെ നിന്നെ പുറത്തെടുക്കുകയാണ്. ആ പൊട്ടക്കിണറിന്റെ അനുഭവങ്ങൾ ക്യാൻസൽ ആകട്ടെ. കൂടെ നടന്നവർ നിന്നെ തള്ളിയിട്ടോ? കൂടെ നടന്നവർ നിന്നെ തള്ളിക്കളഞ്ഞോ? കൂടെ നടന്നവർ നിന്നെ ഒറ്റിയോ? കൂടെ നടന്നവർ നിന്നെ മാനം കെടുത്തിയോ? പക്ഷെ പുതിയൊരു മാനം നിന്റെ വിളിയുടെ പേരിൽ ഉണ്ട്. നിന്റെ വിളിയുടെ പേരിൽ പുതിയൊരു മാനമുണ്ട്, പുതിയൊരു ശക്തിയുണ്ട്, പുതിയൊരു ദേശമുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശം. ഒരു ഷിഫ്റ്റ് ഇപ്പോഴും ബാക്കി കിടക്കുകയാ. ഒരു സ്കോപ്പ് ഇപ്പോഴും ബാക്കി കിടക്കുകയാ. ഒരു ഭാഗ്യം ഇപ്പോഴും ബാക്കി കിടക്കുകയാ. നീ ഒന്ന് അറിഞ്ഞെഴുന്നേറ്റാൽ, നീ ഒന്ന് നിന്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ, നീ ഒന്ന് ഉണർന്നാൽ, നിന്റെ വിളിയുടെ മഹത്വം എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്നെ ദൈവം ഷിഫ്റ്റ് ചെയ്യും. ഒരു മേജർ ഷിഫ്റ്റ്. ഒരു ഷിഫ്റ്റ് ഉണ്ട്. നിങ്ങളുടെ തലമുറകൾക്കും ഇപ്പോൾ ഒരു ഷിഫ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ഒരു ഷിഫ്റ്റ് ഉണ്ട്. അത് നിങ്ങളുടെ വിളിക്കകത്തുള്ള ഒന്നാണ്. കോളിംഗ്, അപ്രതീക്ഷിതമാകുന്ന ദൈവത്തിന്റെ കോളിംഗ്. ഒരു വ്യക്തിയുടെ തൊഴിൽ മാറ്റും, ഭാവം മാറ്റും, രീതി മാറ്റും. യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയ പോയിടാതെ താങ്ങി എന്നെ തൻഭുജത്താ ഓർത്തിടുമ്പോൾ അത്ഭുതമേ
സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിച്ച് ഇവർക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആഴവും അസാധാരണവുമാകുന്ന ദൈവസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഈ സെക്കൻഡിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയ ദൈവകൃപയുടെ ശക്തിയും വചനത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടും ഓരോ ദിവസവും ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുന്ന കരുണാമയനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഒരിക്കലും അകലം വിട്ടു പോയിടാതെ അടുത്തിരിപ്പാൻ ഞങ്ങൾക്ക് അഭിഷേകം തരണമേ, ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. എല്ലാ നിരാശയും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന സകല മനുഷ്യന്റെ മൈൻഡിൽ നിന്നും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. എല്ലാ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന സകല ദുഷ്ട വ്യാപാര കോട്ടകളും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. എല്ലാ നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന, അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടവാഴ്ചകളും, അന്ധകാരത്തിന്റെ സകല പ്രവൃത്തികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്ക് നന്ദി. കൂടി വന്ന ജനത്തിന്മേൽ വലിയൊരു സൗഖ്യത്തിന്റെയും അഭിഷേകം വ്യാപരിക്കട്ടെ അപ്പ. അതൻ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മെ സ്പർശിച്ച അരുമ സാന്നിധ്യം, അരുമ ദേവന്റെ സാന്നിധ്യം, ഞാനതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ മീറ്റിംഗ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും നടക്കുന്ന ഒരു റെഗുലർ മീറ്റിംഗ് ആണ്. രാവിലെ 6:30 മണിക്ക് ഞങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് ഉണ്ട്, ഈവനിങ് 6:30 ഇതുപോലെ ഈവനിങ് സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പരിശുദ്ധാത്മാവിൽ നമുക്ക് വളരുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിനായി ഒരുങ്ങുവാൻ, കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ, ആമേൻ, 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 കർത്താവിൻ്റെ ആത്മാവ് തന്നെ നിയോഗിച്ച് അടിസ്ഥാനമിട്ട് ദൈവം അധ്യക്ഷനായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഇതിനകത്ത് യേശുവിൻ്റെ നാമം അത്രേ ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ, എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ദൈവമക്കൾ തുടർന്ന് മറ്റുള്ളവർക്ക് ഈ മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് അവരെ കയറാനായിട്ട് നിങ്ങൾ ഉത്സാഹിപ്പിക്കുക, അവരെ ക്രിസ്തുവിൽ നിർത്തുക, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക. നമ്മളൊരാൾക്ക് ലിങ്ക് കൊടുത്ത് വിടുക അല്ല, അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവരെ നിലനിർത്തുക, അവരെ ഉറപ്പിക്കുക. പലരും മനസ്സ് തകർന്നും തളർന്നും ഇരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ ഒരു വ്യക്തിയെ ഉറപ്പിക്കാൻ ഏൽപ്പിച്ചാൽ ഫോളോ അപ്പ് ചെയ്യുക. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഒപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമുക്ക് ഈ മാസത്തിലേതെങ്കിലും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കിട്ടാത്ത ഒത്തിരി ദൈവമക്കളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അത് ഈ മാസം ഒരു ദിവസം
ഫാസ്റ്റിംഗ് തീരുന്നതിന് മുന്നേ ഞാൻ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡേറ്റ് പറയാം. ഏതെങ്കിലും ഒരു ദിവസം ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂർ ആമേൻ നിങ്ങൾക്ക് സൂമിൽ വന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോ കോളിലൂടെ അല്ലാതെയോ നമുക്ക് നേരിൽ അന്നേരം തന്നെ സംസാരിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്, പ്രവർത്തിക്കുന്നത് എൻ്റെ കർത്താവാണ്. എനിക്ക് ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ യേശു കർത്താവ് അത് ചെയ്തു തരും. അല്ലാതെ അതിനകത്ത് വേറെ ഒരു മാജിക്കും ഇല്ല. ദൈവം അത്ഭുതം ചെയ്യട്ടെ, വൻ കാര്യങ്ങൾ ചെയ്യട്ടെ, കർത്താവിൻ്റെ നാമം ഉയരട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ യേശു മസീഹ് ജയ്. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ്.